നമസ്കാരം. 2020 ലോക വിശേഷങ്ങളുമായി ലോക ചാപ്റ്റർ 2026ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ സൂപ്പർ 8ലെ പോരാട്ടങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇന്ത്യൻ ആരാധകരുടെ ഉള്ളിൽ ഒരേയൊരു ചോദ്യമേ ഉള്ളൂ: സെമിയിലെത്താൻ ഇനി എന്ത് വഴി? അഹമ്മദാബാദിലെ വൻ തോൽവി ഇന്ത്യയുടെ സാധ്യതകൾക്ക് മേൽ വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. നമുക്ക് പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കാം. പ്രാഥമിക ഘട്ടത്തിലെ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ ഏറ്റുമുട്ടുന്ന ഗ്രൂപ്പാണ് ഒന്നാം ഗ്രൂപ്പ്. മരണ ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് തോറ്റത് 76 റൺസിനാണ്. വൻ തോൽവി ഏറ്റുവാങ്ങിയതോടെ നമുക്ക് കാണാം നെറ്റ് റൺ റേറ്റിലും വലിയ തിരിച്ചടി ഇന്ത്യക്കുണ്ടായി. -3.800 ഇന്ത്യയുടെ റൺ റേറ്റ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് പോസിറ്റീവ് 3.800 എന്ന റൺ റേറ്റും കിട്ടി. വരുന്ന മത്സരങ്ങളിൽ ഇന്ത്യക്ക് ഈ മോശം റൺ റേറ്റ് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. ഇനി ഇന്ത്യയുടെ മുന്നിലെ സാധ്യതകൾ പരിശോധിക്കാം. 2 മത്സരങ്ങളാണ് ഇനി ഗ്രൂപ്പിൽ ഇന്ത്യക്ക് മുന്നിൽ ബാക്കിയുള്ളത്. സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ് ടീമുകളെയാണ് ഇന്ത്യ ഇനി നേരിടേണ്ടത്. 26-ന് ചെന്നൈയിലാണ് സിംബാബ്വെക്കെതിരായ മത്സരം. അത് വളരെ നിർണായകവുമാണ്. കാരണം ഇന്ന് സിംബാബ്വെ വെസ്റ്റ് ഇൻഡീസിനെ നേരിടുന്നുണ്ട്. ആ മത്സരത്തിന്റെ ഫലം കൂടി ഇന്ത്യയും സിംബാബ്വെയും മത്സരിക്കുമ്പോഴുള്ള മത്സരഫലത്തെ ആശ്രയിക്കുകയും ചെയ്യും. കാരണം ഇനിയുള്ള ഓരോ മത്സരവും ജയിച്ചാൽ മാത്രം പോരാ, അത് മത്സരത്തിൽ കൂടുതൽ ഈ നെറ്റ് റൺ റേറ്റ് കൂടി നിർണായകം ആവുകയും ചെയ്യും. മാർച്ച് 1-ന് കൊൽക്കത്തയിൽ വെസ്റ്റ് ഇൻഡീസുമായും ഇന്ത്യ ഏറ്റുമുട്ടും. 2 മത്സരങ്ങളിലും ജയിച്ചാലും 4 പോയിന്റാണ് ഇന്ത്യക്ക് ലഭിക്കുക. അപ്പോഴും ഇന്ത്യയുടെ ആദ്യ മത്സരത്തിലെ മോശം റൺ റേറ്റ് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകും. ഇത് മറികടക്കാൻ 2 മത്സരത്തിലും മികച്ച വിജയം എന്നത് മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ള മാർഗം. പരാജയം അറിയാത്ത വെസ്റ്റ് ഇൻഡീസും ശ്രീലങ്കയെയും ഓസ്ട്രേലിയയും അട്ടിമറിച്ചെത്തുന്ന സിംബാബ്വെയും തമ്മിൽ ഇന്ത്യക്ക് മുന്നിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അത് ഇന്ത്യക്ക് മറികടക്കേണ്ടതും ഉണ്ട്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ കൂടി പരിശോധിക്കാം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിന് രൂക്ഷ വിമർശനം. ടീം സെലക്ഷനിൽ ഗംഭീറും സൂര്യകുമാറും നടത്തിയത് മണ്ടത്തരങ്ങളെന്നാണ് മുൻ താരങ്ങൾ വിമർശിക്കുന്നത്. അക്ഷറിനെ ഒഴിവാക്കിയതിന് എന്താണ് ന്യായീകരണമെന്നും ചോദ്യം. ലോകകപ്പ് നിലനിർത്താൻ സ്വന്തം മണ്ണിലിറങ്ങിയ ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. മത്സരത്തിന്റെ സർവ്വമേഖലയിലും മാർക്രമവും സംഘവും ആധിപത്യം പുലർത്തിയപ്പോൾ ഇന്ത്യ തകർന്നടിഞ്ഞു. 2020 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് സൂര്യ സംഘവും ഏറ്റുവാങ്ങിയത്. വാഷിംഗ്ടൺ സുന്ദറിനെ നിലനിർത്തി അക്ഷർ പട്ടേലിനെ ആദ്യ 11-ൽ നിന്ന് പുറത്താക്കിയതാണ് ആരാധകരെയും മുൻ താരങ്ങളെയും ഞെട്ടിച്ചത്. പവർ പ്ലേയിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സുന്ദറിനെ ഉൾപ്പെടുത്തിയെന്ന് പറയുമ്പോഴും ഓവർ പോലും പവർ പ്ലേയിൽ സുന്ദർ എറിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ്. അക്ഷർ പട്ടേലിനെ ഒഴിവാക്കിയതും റിങ്കു സിംഗിനെ 8ാമതിറക്കിയതുമാണ് ഇന്ത്യയെ തോൽവിയിലേക്ക് നയിച്ച 2 കാരണങ്ങളെന്ന് മുൻ ഇന്ത്യൻ താരം ആർ അശ്വിൻ കുറ്റപ്പെടുത്തി. അക്ഷറിനെ പോലെ മാച്ച് വിനറെ ഒരു ഘട്ടത്തിലും ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും അശ്വിൻ പറഞ്ഞു. ആദ്യ പന്ത് മുതൽ അടിച്ചു കളിക്കണമെന്ന ശൈലി ഇന്ത്യ ഇനിയെങ്കിലും മാറ്റണമെന്ന സുനിൽ ഗവാസ്കർ. ആദ്യ ഓവറുകളിൽ നിങ്ങൾ സിംഗിൾസിന് ശ്രമിക്കുന്നത് തെറ്റല്ല. മത്സരം പുരോഗമിക്കുമ്പോൾ ഓവറിൽ 12-15 റൺസ് നേടാവുന്നതും വലിയ സ്കോർ പടുത്തുയർത്താൻ കഴിയുന്നതുമാണെന്ന് ഗവാസ്കർ ഓർമ്മിപ്പിച്ചു. തിലക് വർമ്മയെ ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് കൊണ്ടുവരണമെന്നും വരുണിന് പകരം കുൽദീപിന് അവസരം കൊടുക്കണമെന്നും സഞ്ജയ് മഞ്ജരേക്കർ അഭിപ്രായപ്പെട്ടു. ഫാസ്റ്റ് ബോളർമാരുടെ പേസ് വേരിയേഷനിൽ ഇന്ത്യൻ ബാറ്റർമാർ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും മഞ്ജരേക്കർ. ആർക്കും വിരാട് കോഹ്ലിക്ക് പകരക്കാരനാകാൻ കഴിയില്ലെന്നാണ് ദിനേശ് കാർത്തിക് പറഞ്ഞത്. കോഹ്ലിയുടെ വില എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. കോഹ്ലി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ വിജയിക്കുമായിരുന്നുവെന്നും DK പറഞ്ഞു. സഞ്ജുവിനെ ടീമിലേക്ക് മടക്കിക്കൊണ്ടുവരണമെന്ന ഒരുപറ്റം ആരാധകരും ആവശ്യപ്പെടുന്നു. ടോപ്പ് ഓർഡറിൽ 3 ഇടംകൈ ബാറ്റർമാരിറങ്ങുന്ന സാഹചര്യം സഞ്ജുവിനെ കൊണ്ടുവന്നാൽ ഒഴിവാക്കാമെന്നാണ് ആരാധകരുടെ അഭിപ്രായം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. ലോകകപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ആദ്യ 11-ൽ അഴിച്ചുപണിക്കൊരുങ്ങുകയാണ് ഇന്ത്യ. ചെന്നൈയിൽ സഞ്ജു സാംസൺ ഉണ്ടായേക്കുമെന്ന സൂചന നൽകി ഇന്ത്യൻ സഹപരിശീലകൻ റയാൻടൺ ഡോഷറ്റ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 ലോകകപ്പ് സൂപ്പർ 8 തോൽവിക്ക് പിന്നാലെയാണ് ആദ്യ 11-ൽ മാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നത്. 188 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യ പൊരുതാൻ പോലുമാകാതെ 76 റൺസിന് കീഴടങ്ങിയിരുന്നു. വെറും 111 റൺസിനാണ് പേരുകേട്ട ഇന്ത്യൻ ബാറ്റിംഗ് നിര തകർന്നടിച്ചത്. ലോകകപ്പിൽ ഇതുവരെ കളിച്ച 5 മത്സരങ്ങളിൽ 4-ലും ഇന്ത്യയുടെ ഇടംകൈ ഓപ്പണർമാരെ ലക്ഷ്യമിട്ട് എതിർ ടീമുകൾ വലങ്കൈ പാർട്ട് ടൈം ഓഫ് സ്പിന്നർമാരെയാണ് ഉപയോഗിച്ചത്. ഇതിൽ 3 മത്സരങ്ങളിലും എതിരാളികൾ വിക്കറ്റ് നേടി. ഇത് കളിക്കാരിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുവെന്ന് ഇന്ത്യൻ സഹപരിശീലകൻ റയാൻടൺ ഡോഷറ്റ് പറഞ്ഞു.
ഈ പശ്ചാത്തലത്തിലാണ് അനുയോജ്യമായ പ്ലെയിൻ കോമ്പിനേഷനെ കുറിച്ച് ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നത്. ഓപ്പണിംഗിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന അഭിഷേക് കിഷൻ സഖ്യത്തെ മാറ്റി സഞ്ജു സാംസനെ ടീമിലേക്ക് തിരികെ വിളിക്കാനാണ് ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നത്. തുടർച്ചയായി പരാജയപ്പെടുന്ന അഭിഷേക് ശർമ്മയ്ക്ക് പകരം സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ സഞ്ജു സാംസനെ പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവരുമെന്ന സൂചനയാണ് ഇന്ത്യയുടെ സഹപരിശീലകൻ റയാൻ ഡെൻ ഡോഷെറ്റ് നൽകിയത്. ന്യൂസിലൻഡ് പരമ്പരയിൽ അമ്പയെ പരാജയപ്പെട്ടെങ്കിലും ലോകകപ്പിൽ നമീബിയക്കെതിരെ അവസരം കിട്ടിയപ്പോൾ സഞ്ജു 8 പന്തിൽ 22 റൺസ് നേടിയിരുന്നു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മനീഷ ഷാ മാത്യു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ, 90,954 പേർ ആർത്തലയ്ക്കുന്ന നീലക്കടലായി മാറിയ ഒരു ഗാലറിയാണ് ദക്ഷിണാഫ്രിക്ക അങ്ങനെ നിശബ്ദമാക്കിയത്. എന്തായാലും നമ്മൾ സൂപ്പർ 8-ൽ തന്നെ മടങ്ങേണ്ടി വരുമോ എന്ന ഒരു ആശങ്കയുണ്ട് ആരാധകർക്ക്. വിജിഷ, തീർച്ചയായും അത്തരമൊരു ആശങ്കയ്ക്ക് വലിയൊരു പ്രാധാന്യമാണ് ഇന്നലത്തെ ഒരു മത്സരം കഴിഞ്ഞതോടെ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്രയും വലിയൊരു കാണികൾക്ക് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ സർവ്വ മേഖലയിലും ദക്ഷിണാഫ്രിക്ക പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. അത് ബാറ്റിങ്ങിലായെങ്കിലും ബോളിങ്ങിലാണെങ്കിലും ഫീൽഡിങ്ങിലടക്കം എല്ലാ മേഖലയിലും ഒരു ആധിപത്യം പുലർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ടോസ് നേടി ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ എത്ര വലിയൊരു റൺസ് ഇന്ത്യക്ക് മുമ്പ് വിളിച്ചാലും അത് ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം ഇന്ത്യക്കും ഇന്ത്യൻ ആരാധകർക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 188 എന്ന് പറയുന്ന ഒരു ടോട്ടലിലേക്ക് ബാറ്റ് വീശുമ്പോൾ ഇന്ത്യ ബാറ്റിംഗ് നിര അമ്പയെ പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ തുടങ്ങി വെച്ച ഒരു സ്പിൻ തന്ത്രം അത് നെതർലൻഡ്സിന് പിന്നാലെ ഇന്നലെ ദക്ഷിണാഫ്രിക്കയും ഏറ്റെടുക്കുന്നു. അതിലൊരു വ്യത്യാസം മാത്രം ഉണ്ടായതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അഭിഷേക് ശർമ്മയാണ് പുറത്താകുന്നതെങ്കിൽ ഇപ്രാവശ്യം ഓഫ് സ്പിന്നർക്ക് മുന്നിൽ വീണത് ഇഷാൻ കിഷനാണ്. അങ്ങനെ ആദ്യ ഓവറിൽ തന്നെ ഇന്ത്യക്ക് വീണ്ടും വിക്കറ്റ് നഷ്ടമാകുന്നു. പിന്നീട് അവിടുന്ന് അടുത്ത ഓവറിൽ തന്നെ തിലക് വർമ്മയും അതിന് പിന്നാലെ അഭിഷേക് ശർമ്മയും നഷ്ടമാകുന്നതോടെ ഇന്ത്യക്ക് പവർ പ്ലേയിൽ മാത്രം 3 വിക്കറ്റുകൾ പോകുന്നു. പിന്നീട് അവിടുന്ന് ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്ക് മത്സരത്തിൽ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, നമ്മൾ എപ്പോഴും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ടോപ്പ് ഓർഡറിൽ ഇന്ത്യക്ക് ഉള്ള ഒരു ഇടം കൈമാറുടെ ഒരു അതിപ്രസരം എന്ന് പറയുന്നത്. ഇന്നലെ നോക്കുകയാണെങ്കിൽ ആദ്യ 4 വിക്കറ്റുകൾ വീഴുമ്പോൾ പുറത്തായ 4 പേരും ഇടം കൈ ബാറ്റർമാരായിരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതുമായി സംബന്ധിച്ച് അവിടെ ഒരു മാറ്റം വരുത്തണമെന്നുള്ള കാര്യം പലപ്പോഴും പല മുതിർന്ന താരങ്ങളടക്കം പറഞ്ഞിട്ടും അതിനെ പരിഗണിക്കാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചടി കൂടിയാണ് നമ്മൾ ഇന്നലെ നേരിട്ടത്. പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മധ്യനിരയിലും സൂര്യകുമാർ യാദവ് ഇനിയിപ്പോൾ നേരിടേണ്ടത് തന്നെ ചെന്നൈയിലാണ്. സിംബാബ്വെയെ നേരിടേണ്ടത് ചെന്നൈയുടെ മണ്ണിലാണ്. ചെന്നൈ ആകട്ടെ ഒരു സ്പിന്നിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പിച്ച് കൂടിയാണ്. അവിടെയും എന്തായാലും ഒരു വെല്ലുവിളി ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. വിനീഷ, തീർച്ചയായും നമ്മൾ അല്പസമയം മുമ്പ് കേട്ടതുപോലെ തന്നെ ഇന്ത്യയുടെ സഹപരിശീലകൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. അതായത് സ്പിൻ ബോളിങ്ങിനെതിരെ ഇന്ത്യയുടെ ബാറ്റർമാർ കുഴയുന്നതാണ് പലപ്പോഴും നമുക്ക് ഈ ടൂർണമെൻറ്റിൽ കാണാൻ കഴിഞ്ഞത്. അതിനെ വലിയ രീതിയിൽ എതിരാളികൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടെ വരുമ്പോൾ ഈ സിംബാബ്വെ ടീമിലേക്ക് വരുവാണെങ്കിൽ സിംബാബ്വെയുടെ നായകൻ സിക്കന്ദർ റാസ നന്നായി ഓഫ് സ്പിൻ എറിയുന്ന ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആ ഒരു വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുകയാണ്, പ്രത്യേകിച്ച് ടോപ്പ് ഓർഡറിൽ. അപ്പോൾ പ്രത്യേകിച്ച് ചെപ്പോക്കിലെ ആ സ്പിൻ പിച്ചിൽ എന്തായിരിക്കും ഇന്ത്യ കരുത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിലേറ്റവും ആരാധകർ കരുതി നോക്കിക്കാണുന്നത് ഈ ടോപ്പ് ഓർഡറിലേക്ക് ഒരു റൈറ്റ് ഹാൻഡ് ബാറ്ററുടെ ഒരു എൻട്രി ഉണ്ടാകും എന്നുള്ളതാണ്. അതൊരു പക്ഷേ സഞ്ജു സാംസന് ഓപ്പണിംഗിലേക്ക് ഒരു സാധ്യത ഒരുക്കുകയോ അല്ലെങ്കിൽ 3-ാം നമ്പറിലേക്ക് സൂര്യകുമാർ യാദവ് ഇറങ്ങുകയോ ചെയ്യുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ത്യയുടെ സഹപരിശീലകൻ പറഞ്ഞത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പക്ഷേ സഞ്ജു സാംസന് അങ്ങനെ ഒരു അവസരം ലഭിച്ചേക്കും എന്നുള്ളത് കൂടി തന്നെയാണ് രുചീഷ്. ശരി മനീഷ, അത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. സഞ്ജുവിന് ഒരു അവസരം കൂടി എന്തായാലും സ്പിന്നർമാർക്കെതിരെ നന്നായി കളിക്കും എന്ന ഒരു ആനുകൂല്യം അത് ചെന്നൈയിൽ ലഭിക്കും എന്ന് കരുതുന്നു. അത്തരത്തിലൊരു മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. വലിയ ഒരു തിരിച്ചടിയാണ് ഇന്ത്യക്കുണ്ടായത്. കാരണം വലിയ 2020യുടെ ചരിത്രത്തിൽ ഇന്ത്യ മത്സരിച്ച മത്സരത്തിൽ ഏറ്റവും വലിയ തോൽവികളിൽ ഒന്നാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സൂപ്പർ 8-ൽ വഴങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയ ചർച്ചയാവുകയാണ് ഈ പരാജയവും. 2019 ന്യൂസിലൻഡ് ഇന്ത്യയെ 80 റൺസിന് തോൽപ്പിച്ചതാണ് ഏറ്റവും വലിയ തോൽവി ഇന്ത്യയുടെ കണക്കിൽ. ഇന്ത്യ 188 റൺസ് എന്ന വലിയ സ്കോർ പിന്തുടരുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആരാധകർ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു കാണും. അത് മറ്റാരുമല്ല, വിരാട് കോഹ്ലിയാണ്. നമുക്കറിയാം 150-ന് മുകളിൽ റൺസ് ഇന്ത്യ വഴങ്ങി. അതിനുശേഷം അത് ചേസ് ചെയ്ത് വിജയിച്ച 3 തവണ ഇന്ത്യയുടെ ചരിത്രത്തിൽ 2020 ലോകകപ്പുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ 3 വിജയങ്ങളിലും ചേസ് മാസ്റ്റർ കോഹ്ലി ആയിരുന്നു നമ്മുടെ താരമായി തിളങ്ങി നിന്നത്. കാരണം കോഹ്ലി ഈ 3 മത്സരങ്ങളിലും പുറത്താകാതെ നിന്നു എന്ന് മാത്രമല്ല ടീമിനെ വിജയത്തിൽ എത്തിച്ചു. അതോടൊപ്പം മികച്ച താരവുമായി എന്നതുകൂടി എടുത്തു കാരണം അത്രമാത്രം വലിയ വിജയങ്ങൾ പല കാലങ്ങളിൽ കോഹ്ലി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഏകദിനത്തിലൊക്കെ പലപ്പോഴും നമ്മൾ അത് കണ്ടിട്ടുണ്ട്. 2020-ൽ അത് ലോകകപ്പുകളിൽ 3 തവണ അത് കോഹ്ലിയുടെ പേരിൽ എക്കാലവും തുടരുന്ന ഒരു റെക്കോർഡായി ഇപ്പോഴും തുടരുന്നു എന്നതാണ്. ചേസിങ്ങിൽ എന്തായാലും പലപ്പോഴും പിഴവുകൾ പലർക്കും ഉണ്ടാകാറുണ്ട്. ഇതിഹാസ താരങ്ങൾ പോലും ചേസ് ചെയ്യുമ്പോൾ
അത് പിഴക്കാറുണ്ട്. പക്ഷേ കോഹ്ലിയുടെ കണക്കിൽ അത് അത്രയും ഉണ്ടാകാറില്ല. നമുക്ക് കോഹ്ലിയുടെ ആ പ്രകടനങ്ങൾ ഒന്നുകൂടി നോക്കാം. കാരണം 3 ലോകകപ്പുകളിലാണ് കോഹ്ലി ഇത്തരത്തിൽ ഇന്ത്യയെ പിന്തുടർന്ന് വിജയിപ്പിച്ച ചരിത്രമുള്ളത്. അത് 150 റൺസിന് മുകളിൽ ഒരു സ്കോർ, വലിയ സമ്മർദ്ദഘട്ടത്തിൽ വിജയിപ്പിച്ച കണക്കുകൾ. ആദ്യത്തെ കണക്ക് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2014 ലോകകപ്പിന്റെ സെമി ഫൈനലിലായിരുന്നു കോഹ്ലിയുടെ ഒരു ഉജ്ജ്വല പ്രകടനം നമ്മൾ കണ്ടത്. ആ പോരാട്ടത്തിൽ ചേസിംഗ് വൈഭവം ഇന്ത്യ 150 മുകളിൽ സ്കോർ ആദ്യമായി ചേസ് ചെയ്ത് വിജയിച്ച ലോകകപ്പ് അന്നാണ്. അന്ന് 172 റൺസ് എടുത്ത ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 44 പന്തിൽ 72 റൺസുമായി വിരാട് കോഹ്ലി തിളങ്ങിയപ്പോൾ ഇന്ത്യക്ക് ഉജ്ജ്വല ജയമുണ്ടായി. ഇന്ത്യ ജയിച്ചു. വിരാട് കോഹ്ലി മികച്ച താരവുമായി. 2 വർഷത്തിന് ശേഷം അടുത്ത ലോകകപ്പ് 2016 വന്നപ്പോഴും സമാനമായ ഒരു